ദൈവത്തിന് സ്തോത്ര പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനം കർത്താവ് ഇടയാക്കാനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും നന്ദി പറയുന്നു. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ, കടന്നു വന്ന മക്കളെല്ലാം നീ സഹായിക്കണം. കർത്താവെ, നിന്റെ വചനത്താൽ ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, പരിശുദ്ധാത്മാവ് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇത്രത്തോളം നീ സഹായിച്ചു. അതിനായിട്ടെല്ലാം നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. മത്തായി 16 ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മത്തായി 16 13 മുതൽ ഇങ്ങോട്ടൊന്ന് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ. യേശു ഫിലിപ്പിൻ്റെയും കൈസരുടെയും പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്ന സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരത്നങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാവുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഓക്കെ. ഞാനിത് നമ്മളെല്ലാവരും എപ്പോഴും വായിച്ചിട്ടും അനേക മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ള ഇത് തന്നെയാണ്. എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ പല സാരിലൂടെ കടന്നു പോയപ്പോഴേയും യഥാർത്ഥമായിട്ടും ഞാൻ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചാൽ, ഞാൻ മൊത്തം അങ്ങനെ വായിച്ചതെന്ന് ചോദിച്ചാൽ മൊത്തം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ വായിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് അതിനുശേഷം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാനിത് ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യം, നമ്മളിപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ശരിക്കും ഒരു വെളിപ്പാടായിട്ട് നമുക്ക് ഈ കാര്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നെ വളരെ അധികം, നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പല കാര്യങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വചനങ്ങൾ ധാരാളമായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കർത്താവിനെ എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വെളിപ്പാടായിട്ട് നമുക്ക് കർത്താവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടൊരു കാര്യം. കാരണം ശിവനോട് ചോദിക്കുന്ന ഒരു പദവസനോട് ചോദിക്കുന്ന ഒരു കാര്യം, നീ ജീവനുള്ള, അതായത് അറിഞ്ഞിരിക്കും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അതൊരു നമ്മുടെ ജീവിതത്തിനകത്തൊരു ശരിക്കും ഒരു വെളിപ്പാടായിട്ട് നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പത്രോസ് കർത്താവ് അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്? പത്രോസ് 4 17 മുതൽ, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമ്മതിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീലക്കടലിൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിവരെ മീൻ പിടിക്കുന്നവരെ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് അവനോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അതിന് താഴെ കാണുന്ന ഒരു കാര്യമുണ്ട്. വേറൊരാളെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ സെബദിയുടെ മകൻ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും എന്ന് വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവർ ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ പത്രോസാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം പറയുന്നത്. അതായത് അതിനുശേഷം കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്നത്, അതായത് കർത്താവ് വിളിച്ചു ആ സമയത്ത് തന്നെ പടകിനെയും വലയും അപ്പനെയൊക്കെ വിട്ടിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, നമ്മളും
ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളതിനെ കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിനെ ഒരിക്കൽ നമ്മൾ അറിഞ്ഞു. നമ്മളിതൊന്നും അറിയാൻ യോഗ്യതയില്ലായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാക്കി നമ്മൾ തീർത്ത് നമ്മളിങ്ങനെ പോകുന്നു. ചിലർ പാരമ്പര്യമായിട്ട് പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ നിന്ന് വന്നിങ്ങനെ വരുന്നു. ചിലർ വിവിധ സമുദായങ്ങളിലായിരിക്കാം, പല വ്യത്യസ്ത ജാതികളിൽ നിന്ന് നമ്മളെ വിളിച്ച് ദൈവം വേർതിരിച്ച് ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആരെന്ന് മനസ്സിലാക്കുന്നു? ആ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും അതെന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമ്മൾ പല കാര്യങ്ങളെയും പല വിഷയങ്ങളെയും നമ്മൾ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പം വചനങ്ങൾ കേൾക്കുന്നു. എല്ലാം കേൾക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോഴും പതറിപ്പോകുന്നവരും പെട്ടെന്ന് പകച്ചു നിൽക്കുന്നവരുമായ അവസ്ഥയാണ്. നമുക്ക് പത്രോസിനെ തന്നെ നമുക്കറിയാം. പല കാര്യങ്ങളിലും പത്രോസ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, തള്ളി പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ആയിരിക്കുമ്പോഴും ആ പത്രോസിന് പറയാൻ കഴിഞ്ഞ ഒരു കാര്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച ഒരു കാര്യം, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ കർത്താവിനെ നമുക്ക് യഥാർത്ഥമായിട്ടും ആ കർത്താവിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നമുക്കിത് വെളിപ്പെടുത്തി തരേണ്ടത് കർത്താവ് തന്നെയാണ്, ദൈവം തന്നെയാണ് നമുക്കിത് വെളിപ്പെടുത്തി തരേണ്ടത്. കാരണം പിതാവ് ആകർഷിക്കാതെ നമുക്ക് ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ കഴിയത്തില്ല. പക്ഷേ ഇതൊരു വെളിപ്പാടായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ലഭിക്കേണ്ടത് ഏറ്റവും ആവശ്യമുണ്ട്. അതിനകത്ത് താഴോട്ട് പറയുന്നു, പിന്നെ നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ നിൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടിപ്പിടിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറയും. നമ്മുടെ ജീവിതത്തിനകത്ത് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഈ ഒരു വാക്യം പലപ്പോഴും ആദ്യ സമയങ്ങളിൽ ഈ വാക്യം ഇങ്ങനെ തന്നെ പറയാം, ഈ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ, അതായത് നമ്മളിപ്പോൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഒരു കാര്യം, പിന്നെ ഈ വാക്യത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എൻ്റെ പല വിഷയങ്ങളും ഞാനിവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുകയും ചെയ്തതിന് ശേഷം, അതായത് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്ത സമയത്ത് പല കാര്യങ്ങളും കർത്താവും എനിക്ക് അതേ നിലയിൽ തന്നെ പല വിഷയങ്ങളും കർത്താവ് എനിക്ക് ആത്മീയമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, പല കാര്യങ്ങളിലും വിജയം വരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഇവിടെ പത്രോസിനോടാണ് ഈ കാര്യം പറയുന്നത്. ഈ പാറമേൽ ഞാൻ, അതായത് കർത്താവ് പറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറയും. നമുക്കറിയാം സഹോദരി ജനസിസ്റ്റർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തൊരു സഭയിൽ നമുക്കായുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചിന്തിക്കുക കഴിഞ്ഞാൽ ഓരോരുത്തരെയും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവരോരെ, അതായത് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽ ആയിരിക്കുന്നു. സഭയോടുള്ള പണിയോടുള്ള ബന്ധത്തിൽ നമുക്കും ഒരു പണിയിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ എന്നോട് ചേർന്ന് ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം, അതായത് 1:44 താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 45 മുതൽ, ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകനും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്നല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് ഉത്തരം പറഞ്ഞു. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ ഒരു കപടവുമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്ന മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, പത്രോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്,
നീ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം, അവിടുന്ന് അവനോട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നദാനിയലിൻ്റെ കാര്യത്തിലും നദാനിയലിനോട് അതേ ഒരു ചോദ്യം തന്നെയാണ് നദാനിയേൽ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം കണ്ടതിന് ശേഷം നദാനിയേൽ അവനോട്, റബീ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം നമ്മുടെ അടുക്കൽ യഥാർത്ഥമായിട്ടും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം, അത് നദാനിയേൽ പറഞ്ഞ അതേ കാര്യം തന്നെ പിന്നെ നമുക്കും പറയാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ പറഞ്ഞ താഴോട്ട് വരുന്ന ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും പിന്നെ നദാനിയേൽ അവനോട്, റബീ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ഇതൊരു വെളിപ്പാടായിട്ട് തന്നെ നമുക്ക് ഓരോ തലങ്ങളിലും ഓരോ സമയങ്ങളിലും പല സാഹചര്യങ്ങളും കടന്നു പോകുമ്പോഴും കർത്താവ് നമുക്കിതൊരു വെളിപ്പാടായിട്ട് തന്നെ നമുക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തരേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുക. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് തിമോഥെയോസ് 1 തിമോഥെയോസിൻ്റെ 3 ചില വാക്യങ്ങൾ ഇവിടെ വായിക്കാം. 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലടിക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം വണ്ണം വലുതാവുന്നു. ഞാനിതും പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുകയാണ്. നമ്മൾ ജീവിതത്തിലായിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇതും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവം നമുക്ക് തരുന്ന വചനത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം. അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ പത്രോസിനെ നമ്മൾ കണ്ടു, നദാനിയേലിനെ നമ്മൾ കണ്ടു. ഇവരൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കർത്താവിനെ അവർക്ക് ശരിക്കും വെളിപ്പെടുത്തി കിട്ടുകയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ എവിടെയായിരുന്നാലും ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. കാരണം അതൊരു വെളിപ്പാടായിട്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുക തന്നെ വേണം. കാരണം അവൻ ക്രിസ്തു എന്നുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും, അതായത് നമ്മുടെ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് പറയാൻ കഴിയണം, കർത്താവാണ് നമ്മുടെ അല്ലെങ്കിൽ എന്നെ നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും നമുക്കത് പറയാൻ കഴിയണം. അവൻ സാക്ഷാൽ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നുള്ളൊരു കാര്യം, അവൻ ക്രിസ്തുവാകുന്നു. അത് നമുക്ക് ആ വെളിപ്പാടായിട്ട് തന്നെ ദൈവം നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. ദൈവം എന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവം നടത്തുന്നു. അതിനായിട്ടെല്ലാം നന്ദിയോടുകൂടെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ നാട്ടിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ദൈവം നടത്തിയ എല്ലാ വഴിയും കണ്ട് നന്ദി പറയുന്നു. ആമേൻ.